മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടി അറിയേണ്ടത്, അങ്ങ് പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. കേരളവും തമിഴ്നാടും തമ്മിൽ അങ്ങേക്കറിയാവുന്നതുപോലെ ഒരു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള രണ്ട് പ്രബല കക്ഷികളാണ് രണ്ടിടത്തും ഭരിക്കുന്നത്. സ്വാഭാവികമായും ഇതാണ് ഏറ്റവും അനുകൂലമായൊരു സാഹചര്യം. തമിഴ്നാടിന് ഒരു തുള്ളി വെള്ളം പോലും കുറയാതെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം കൃത്യമായി കൊടുക്കുമെന്ന് ഉറപ്പ് നൽകാൻ കേരളത്തിനും, ആ ഉറപ്പ് കൊടുക്കുന്നത് കേരളമാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ സ്റ്റാലിന്, തമിഴ്നാട് സർക്കാരിന് അങ്ങനെയുള്ള ഉറപ്പിൽ വിശ്വസിക്കാനും കഴിയുമെങ്കിൽ നമ്മൾ അടിയന്തിരമായി ഈ മറ്റൊരു ഡാം നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചന തുടങ്ങേണ്ടതും തമിഴ്നാടും കേന്ദ്രവും കേരളവും തമ്മിൽ ഒരു കൂടിയാലോചന ഈ വിഷയത്തിൽ നടത്തേണ്ടതുമല്ലേ? അതിനൊരു എഫേർട്ട് ഈ ഘട്ടത്തിൽ തുടങ്ങണം എന്നതല്ലേ നമ്മളുടെ പ്രാഥമികമായ ആവശ്യം. അല്ലാതെ ഡാം പെട്ടെന്ന് ഡീകമ്മീഷൻ ചെയ്യുകയൊന്നും അത്ര പെട്ടെന്ന് സാധ്യമാവില്ല. കാരണം കേന്ദ്ര വനം നിയമം പുതിയൊരു ഡാം നിർമ്മിക്കുന്നതിന് തടസ്സമാണ്. നമുക്കറിയാവുന്നതുപോലെ 5 അംഗ സുപ്രീം കോടതി വിധിയുണ്ട്. അതുകൊണ്ട് തമിഴ്നാടിനോട് അങ്ങ് പറഞ്ഞ ഈ കാര്യം സർക്കാർ വളരെ വിശ്വാസ്യതയോടുകൂടി അറിയിക്കുക. തീർച്ചയായിട്ടും പ്രതിഷേധമുണ്ടാവും. ഡിണ്ടിഗൽ, മധുര, രാമനാഥപുരം, വൈഗ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം വലിയ രീതിയിൽ സ്വാധീനമുള്ള കക്ഷികളുണ്ട്. അവർ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകും. പക്ഷേ അതിനു മുമ്പ് ഈ കാര്യം ആ സമൂഹത്തെ ധരിപ്പിക്കാൻ നമുക്ക് കഴിയണം. ആ എഫേർട്ട് ഇനി സർക്കാർ ഏറ്റെടുക്കുകയല്ലേ ആദ്യഘട്ടം എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്. കേന്ദ്രം, തമിഴ്നാട്, കേരളം, പിന്നെ സുപ്രീം കോടതി, ഈ കക്ഷികളെ ചേർത്തുകൊണ്ട്. തീർച്ചയായിട്ടും അതാണ് ചെയ്യേണ്ടത്. അതോടുകൂടി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞല്ലോ ഡാമുകളുടെ രജിസ്റ്റർ തിരുത്തിയെന്ന്. അത് ഞാൻ അറിഞ്ഞപ്പോൾ 2012 ആദ്യം ഞാൻ കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു, ഡാം തിരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട്. ഡാമിൻ്റെ വ്യക്തത ശരിയായിട്ട് അതിനകത്ത് ഉണ്ടായിരുന്നത് മാറ്റി തിരുത്തി തമിഴ്നാടിൻ്റേതാണ് എന്ന് വരുത്തിയതിനകത്ത് വളരെ വലിയ ഗൂഢാലോചനയുണ്ട് എന്ന രീതിയിൽ കൊടുത്ത കേസിനകത്ത് തമിഴ്നാട് ഹാജരാകാൻ പോലും തയ്യാറായില്ല. ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിനെയും കേരള ഗവൺമെൻറ്റിനെയും തമിഴ്നാടിനെയും ഉൾപ്പെടെ പ്രതികളാക്കി. പക്ഷെ തമിഴ്നാട് ഹാജരാകാൻ പോലും തയ്യാറാകാത്തത് ഉത്തരം പറയാൻ മുട്ടും. എന്താ പറയേണ്ടത്? എന്ത് പറഞ്ഞാലും അപകടം എന്ന് തോന്നിയത് കൊണ്ടാവാം അവർ ഹാജരായില്ല. അവസാനം ഞങ്ങളുടെ വാദം കേട്ടു. കേരള ഗവൺമെന്റ് പോലും അനുകൂലമായിട്ട് നിന്നില്ലെങ്കിലും രീതിയിൽ ലേബൽ ചെയ്തിരിക്കുന്നത് മാറ്റണം. TN എന്നുള്ളത് മാറ്റി KL എന്നാക്കി മാറ്റണം എന്നതാണ് മാത്രമല്ല തോമസ് ആവശ്യപ്പെടുന്നത്. കേരള അതിർത്തിയിലാണ് എന്നുള്ളത് തെറ്റിച്ചു മാറ്റി. അല്ല, ലേബൽ മാറ്റിയാൽ മാത്രം പോരാ. കേരള അതിർത്തിയിലുള്ള 4 ഡാമുകളും കേരള അതിർത്തിയിലാണ് എന്നത് ടാഗ് ചെയ്യണം. കറക്റ്റ്. അത് തീർച്ചയായിട്ടും നിയമപരമായ പോരാട്ടത്തിന് സർക്കാർ ശ്രമിക്കുന്നത് കൂടി വേണം. പക്ഷേ അത് തമിഴ്നാടിനെ വൈകാരികമായി ഡാം രജിസ്ട്രി ആ കേസ് അനുകൂലമായിട്ട് ഡാം രജിസ്ട്രിയിൽ 4 ഡാമുകൾ കേരള ഗവൺമെന്റ് പോലും അതെ 4 ഡാമുകളും കേരളത്തിൻ്റെ അതിർത്തിയിലാണെന്ന് വ്യക്തമാക്കപ്പെടുകയും ആ വിധി പ്രകാരം ആ വിധി അനുസരിച്ച് വളരെ വ്യക്തമായിട്ടൊരു തീരുമാനമുണ്ടായി. ആ വിധി അനുസരിച്ച് ആ വിധിയിൽ വ്യക്തമായിട്ട് പറഞ്ഞു, ഇത് PC തോമസ് ഫയൽ ചെയ്ത കേസിനകത്ത് പറയുന്നത് പൂർണ്ണമായിട്ടും ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റണം എന്ന് ഈ കോടതി തീരുമാനിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാറ്റണം എന്നുള്ള ഉത്തരവ് മാത്രം പോരാ, മാറ്റി ദേശീയ രജിസ്റ്റർ ഇവിടെ ഹാജരാക്കി കഴിഞ്ഞേ കേസ് തീർക്കാവൂ എന്ന് പറഞ്ഞു. അത് കോടതിക്ക് മനസ്സിലായപ്പോൾ കോടതി പറഞ്ഞു, ഡിവിഷൻ ബെഞ്ചായിരുന്നു, കോടതി പറഞ്ഞു ശരിയാണ്, അത് ഹാജരാക്കി കഴിഞ്ഞാൽ തീർക്കത്തുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൂടി ഹാജരാക്കി കഴിഞ്ഞിട്ടാണ് അവസാന വിധി വന്നത്. 2012 നവംബർ 12 2012 ആദ്യം ഞാൻ കൊടുത്ത കേസിൻ്റെ ഫൈനൽ വിധി വന്നത്. അത് പ്രകാരം അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങൾ തിരുത്തി. PC തോമസിൻ്റെ ആ കാര്യങ്ങൾ ഞങ്ങൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു, സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞു, തമിഴ്നാട് ഹാജരായില്ല. പക്ഷേ വിധി വന്നപ്പോൾ അതനുസരിച്ച് തിരുത്താനായിട്ട് ഉത്തരവായി. അങ്ങനെ നമ്മുടെ ഒരു 8000 ഏക്കർ സ്ഥലമാണ്, ഇത് കുറച്ചൊന്നുമല്ല. 1886 കരാർ അനുസരിച്ച് 8000 ഏക്കർ സ്ഥലമാണ് പാട്ടത്തിന് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായി. ഇപ്പോൾ ഡാം രജിസ്ട്രിയിൽ TN എന്നാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഈ ഉത്തരവ് അനുസരിച്ച് ഈ ഡാം രജിസ്ട്രിയിൽ തിരുത്തൽ വരുത്തിയിട്ടുണ്ടോ? മാറ്റി. എൻ്റെ കേസിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റാനായിട്ട് നിർദ്ദേശം വന്നപ്പോൾ അത് മാറ്റി എന്ന് മാത്രമല്ല, അതനുസരിച്ച് ദേശീയ രജിസ്റ്റർ ഹാജരാക്കി 56 വരെയുള്ള ഐറ്റംസ് ആയിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ കേരളവും തമിഴ്നാടും കേന്ദ്രവും
സുപ്രീം കോടതിയും ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഒരു ആശയവിനിമയം വേണം. അതിനുള്ള സാധ്യത അടയ്ക്കാൻ പാടില്ല. അതിലേക്ക് സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് കടക്കുക. നമ്മളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഡീകമ്മീഷൻ ചെയ്യേണ്ട കാലാവധി കഴിഞ്ഞിട്ടും ഏകദേശം 60 വർഷമാണ് ഇത്തരം ഒരു ഡാമുകളുടെയൊക്കെ പരമാവധി ആരോഗ്യശേഷി അല്ലെങ്കിൽ ആയുഷ്കാലം എന്നിരിക്കെ 135 വർഷം, അതായത് 1895 മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്യുന്നത്. 1895 മുതൽ 2024 വരെ നമ്മൾ സഞ്ചരിച്ചാൽ ഏകദേശം 134 വർഷത്തോളം ഉള്ള ഒരു ഡാം. ആ ഡാം ഡീകമ്മീഷൻ ചെയ്യേണ്ടതുണ്ട്. ആയുസിൻ്റെയും ഇരട്ടി ജീവിച്ച ഡാമാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായുള്ള പ്രക്രിയയാണ്. തുംഗഭദ്രയുടെയൊക്കെ ഗേറ്റുകൾ തകർന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും മുല്ലപ്പെരിയാറിൻ്റെ താഴ്വാര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഭീതിയുണ്ടാവും. അതാണ് PC തോമസും ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്രവും സംസ്ഥാനവും കേരളവും തമിഴ്നാടും ഒരു വട്ടമേശയ്ക്കൊപ്പം ഇരുന്നു കൊണ്ട് തീർക്കാവുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെ തീർത്തേ മതിയാവൂ. അത് 1-2 പേരുടെ മനുഷ്യരുടെ മാത്രമല്ല, ഇടുക്കിയിലേക്ക് ഈ വെള്ളം ഒഴുകിയെത്തിയാൽ പോലും 7000-ഓളം കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ് എന്നത് സ്റ്റേറ്റ് അഡ്രസ്സ് ചെയ്യണം എന്നതാണ് റിപ്പോർട്ടർ ലൈവാത്തോണിൻ്റെ ആദ്യത്തെ ആവശ്യം. PC തോമസും നമ്മളുടെ സമരസമിതിയുടെ നേതാവ് കൂടിയെന്ന് ഷാജി അടക്കമുള്ളവർ മുന്നോട്ട് വെച്ചിരിക്കുന്നു.